കൂട്ടുകാർ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കിന്ന് എവിടെയെങ്കിലും പോകാമെന്ന് പിള്ളേർ പറഞ്ഞേ. അപ്പം ഞങ്ങൾ പോകും കേട്ടോ. എല്ലാവരോടും ചോദിച്ചപ്പോൾ പറഞ്ഞ് ഹിൽ പാലസ് കാണാൻ പോകാമെന്ന്. അത് കാരണം ഹിൽ പാലസിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അത് വലിയ കാറൊക്കെ നമുക്ക് അതിന് വലിപ്പം മനസ്സിലാവാണ്ടിരിക്കുമ്പോഴാണ് സൈഡ് ക്യാമറ ഒക്കെ ക്യാമറ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ ഡാഷ് ക്യാമറ കുറേ കാണാനായിട്ട് യാത്രയുണ്ട്. പിന്നെ നമുക്ക് ഹിൽ പാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആ മ്യൂസിയം, അതിൽ പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്തുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട്. കുറേ കാണാൻ നമുക്കുണ്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോണ വഴിക്കുള്ള കാഴ്ചകളാണെങ്കിലും ഒക്കെ നല്ല രസമാണ്. ഇത് മ്യൂസിയമാണ് അവിടുത്തെ കേട്ടോ. അവിടെ എത്തിയപ്പോൾ മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ തോന്നി. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നമ്മുടെ ഈ പണ്ടത്തെ കോണിപ്പടികളൊക്കെ മരം കൊണ്ടുള്ള മ്യൂസിയത്തിലെ രസമാണ്. എല്ലാ വശത്തു കൂടി കയറി നമ്മളെല്ലാം കണ്ട് മറുവശത്തു കൂടിയാണ് ഇറങ്ങുന്നത്. ഇത്രയും കാലങ്ങൾ പഴക്കമുള്ളത് ഇപ്പോഴും നല്ല ഇതായിട്ട് സൂക്ഷിച്ചേക്കാണ്. പിന്നെ രണ്ട് വശത്തേക്ക് കയറി പോണ വശത്തെല്ലാം രണ്ട് വശത്തും നിറയെ പൂച്ചെടികളൊക്കെയാണ് കേട്ടോ. ഇലച്ചെടികളും പൂച്ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗി കാണാനായിട്ട്. എല്ലാവരും പോയി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു നഷ്ടമല്ല പോയി കാണുന്നത്. വളരെ രസകരമാണ് അവിടെ. അവിടുത്തെ കൊട്ടാരങ്ങളൊക്കെയാണ്. ഇത് രാജാവിൻ്റെ സിംഹാസനം. ഈ സിംഹാസനത്തിലിരുന്നാണ് ഇവിടെ ദർബാർ ഹാളൊക്കെ ഉണ്ട്. ആ ഹാളിലിരുന്നാണ് മന്ത്രിമാരൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. പിന്നെ അന്നത്തെ കൊച്ചി രാജ്യത്തിൽപ്പെട്ട സ്ഥലങ്ങളൊക്കെയാണിത്. ഇത് ആനയെ വച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ ഈ കൊമ്പ് ഒറിജിനലാണ് കേട്ടോ. ഓരോ ഇത് വെച്ചിട്ട് അതിന്മേക്ക് എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവർ ആരാധിച്ചിരുന്ന മൂർത്തികൾ, പിന്നെ അന്നത്തെ രാജാക്കന്മാരുടെ ഫോട്ടോകൾ എല്ലാം ഉണ്ട്. ഓരോന്നിനും കീഴേ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം ഓരോന്ന് കണ്ട് നോക്കി വായിച്ചൊക്കെ പോകാം. പിന്നെ ദേ പൂന്തോട്ടങ്ങൾ. അന്നത്തെ ഒരു രാജാവായിരുന്നു. ആ രാജാവിൻ്റെ ഫോട്ടോ. ഇത് കൊച്ചി ഭരിച്ചിരുന്ന രാജാവ്. ഇത് കുതിരവണ്ടിയാണ് കേട്ടോ. രാജാക്കന്മാരന്ന് കുതിരവണ്ടിയിലൊക്കെയാണല്ലോ സഞ്ചരിച്ചിരുന്നത്. അന്നത്തെ കാലത്തെ കുതിരവണ്ടികളാണ്. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. ഒന്നും തൊടാനൊന്നും പാടില്ല. നമുക്ക് എല്ലാം വ്യക്തമായിട്ട് കാണാം. ഇത് പല്ലക്ക്. രാജാവ് യാത്രയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല്ലക്കിൽ അല്ലേ പോവുക. ആ പല്ലക്കാണത്. ഇതൊക്കെ പല്ലക്കുകളാണ് കേട്ടോ. കുതിരവണ്ടികളാണ്. പിന്നെ ഇതില്ലേ, ഇത് അന്നത്തെ കാലത്ത് കുറ്റം ചെയ്തവരെ ഇതിൻ്റെ ഉള്ളിലിട്ട് ലോക്ക് ചെയ്യും. എന്നിട്ട് അവിടെ കിടന്ന് മരിച്ച് കിളികളൊക്കെ കൊത്തി നശിപ്പിച്ച് കളയത്. ഇത് ജാറയാണ്. നന്നങ്ങാടി എന്നൊക്കെ പറയില്ലേ, അതാണത്. ഇത് അന്നത്തെ ഒരു വസ്ത്രം, അന്നത്തെ രാജാവിൻ്റെ ഒരു വസ്ത്രം ഇരുന്നിരുന്നാണ്. വടക്കുംനാഥ ക്ഷേത്രം ഒക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അവിടെ.
അന്ന് കോലം എഴുന്നള്ളിച്ചൊക്കെ പോലെ ആ കോലമാണത്. എവിടെ ഇരിക്കുന്നുണ്ട അത് കുത്തുവിളക്ക്, കോലുവിളക്ക് എന്നൊക്കെ പറയും. അതാണ് അന്നത്തെ വിളക്കുകൾ. ഇത് താമരക്കുളം. ഈ കുളത്തിൽ നിറയെ താമരയൊക്കെ ആയിരിക്കും. രാജാക്കന്മാർക്ക് ഇത് കാണാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ടുള്ളതാണ്. പൂന്തോട്ടങ്ങളും ഒക്കെ ധാരാളം ചെടികളൊക്കെ ഉണ്ട്, പൂക്കളൊക്കെ ഉണ്ട്. കൊട്ടാരം, പാലസ്. ഇതിൻ്റെ അടിയിലേക്ക് നിലകളുണ്ട് കേട്ടോ. അവിടെയും എല്ലാം പ്രദർശന വസ്തുക്കളുണ്ട്, നമുക്കെല്ലാം കാണാം. ഇവിടെ കയറണമെങ്കിൽ ഫീസ് മുതിർന്നവർക്ക് 50 രൂപ, കുട്ടികൾക്കാണെങ്കിൽ 10 രൂപ. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിനൊരു 10 രൂപ പ്രത്യേകം കൊടുത്താൽ മതി. പിന്നെ വീഡിയോകളൊന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല, ഫോട്ടോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ വേറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു അന്നത്തെ രാജാക്കന്മാരുടെ വേലക്കാരൊക്കെ താമസിച്ചിരുന്നതായിരിക്കണം. ഈ മരങ്ങളിലെ ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലത്ത് ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട്. കുറേ മരങ്ങളിലൊക്കെ കണ്ടു, ധാരാളം മരങ്ങളുണ്ട്. പ്ലാവ്, അവിടെ ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല, എല്ലാ മരങ്ങളും ഉണ്ട്. അതിലൊക്കെ ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ദിനോസറിൻ്റെ രൂപം, ശില്പം. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോകളൊക്കെ ഇത് കണ്ട് മാനികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതുങ്ങൾ നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്താൽ കഴിക്കും. പിന്നെ അവിടെ നിന്ന് പുല്ലൊക്കെ പറിച്ച് പിള്ളേർ കൊടുക്കുന്നുണ്ട്, പുല്ലൊക്കെ തിന്നും. അത് രസമാണ്, നല്ല രസമാണ്. നമ്മുടെ അടുത്ത് കൂടെ വരും മാനികൾ, ഇഷ്ടംപോലെ മാനികളുണ്ട്. അത് മാനികൾക്ക് താമസിക്കാനുള്ള ഒരു ഇടമാണ്, അതുങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണത്. മാനികൾ വരുന്നുണ്ട്, ഇവിടെ ഭംഗി കാണാനായിട്ട് നമ്മുടെ അടുത്തേക്ക് നമുക്ക് അതിനെ തൊടാൻ കുഴപ്പമൊന്നുമില്ല. സണ്ണി പോവല്ലേ. മാനുകളുടെ പാർപ്പിടം. കണ്ട പുല്ലുകൾ കൊടുക്കുന്നുണ്ട്, കുട്ടികൾ അതുങ്ങൾക്ക് പുല്ല് പറിച്ച് കൊടുക്കണം. ഭയങ്കര സന്തോഷം. ഓരോങ്ങൾ വന്ന് മേടിച്ച് തിന്നു. അടുത്തത് വന്നു അതിന് കിട്ടിയില്ല. ഇത് രാജാക്കന്മാരൊക്കെ പണ്ട് കുളിച്ചിരുന്ന കുളമാണ്. അതിന് കുളപ്പുരയൊക്കെ കിട്ടിക്കണല്ലോ പണ്ടത്തെ. ഇപ്പം അങ്ങനെ കാണാനൊന്നും ഇല്ലല്ലോ. ഇത് കണ്ടോ, ഇതാണ് രാജാക്കന്മാരൊക്കെ കുളിച്ചിരുന്ന കുളം. ഇത് ഒരെണ്ണമൊന്നുമല്ല, അതിൻ്റെ അപ്പുറം വേറെയും ഇതേപോലെ തന്നെ കുളപ്പുര കണ്ട് ഞാൻ. ഏക്കർ കണക്കിന് സ്ഥലമല്ലേ, ഇഷ്ടംപോലെ മരങ്ങൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ധാരാളം മരങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഇതിൽ കൂടെയൊക്കെ നടന്നു നമ്മുടെ ഇങ്ങനെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത ഇവിടെയാണല്ലോ. പിന്നെ ചെറിയ ചെറിയ ഷൂട്ടിങ്ങിനൊക്കെ ഇപ്പോൾ അതേ അവിടെ വേറെ സീരിയലിൻ്റെ ഒന്നും ഒന്നും ഷൂട്ടിങ്ങിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവിടെ വരുന്ന ഒരിക്കലും നഷ്ടമല്ല, നമുക്കിതൊക്കെ കാണാമല്ലോ. കുളപ്പുരയിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. ഇറങ്ങി കണ്ട പൂച്ചെടികളൊക്കെ കണ്ട. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മളാ പാസ് എടുത്താൽ മാത്രം മതി.
ഇത് സർപ്പഗന്ധി എന്ന് പറഞ്ഞൊരു മരം, നാഗപ്പൂ എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, അതാണ് ഇതെന്നാണ് പറയുന്നത്. ഇവിടെ ഇരുന്നാണ് ആ മണിച്ചിത്രത്താഴിൻ്റെ ശോഭന കാഴ്ചകൾക്ക് കണ്ടെന്ന് തോന്നണം കേട്ടോ. ഇത് രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാമെന്ന് കരുതി. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ മരം തന്നെയാണ്, അത് തന്നെ വേറെ. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടേക്കാം, അതെല്ലാം സദയം ക്ഷമിച്ച് നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു.